എന്റെ യേശു ബ്രഹ്മചാരി അല്ലായിരുന്നു. യേശു ബ്രഹ്മചാരിയായിട്ടാണ്, അതായത് വിവാഹം കഴിക്കാതെ ആണ് തന്റെ കർത്തവ്യങ്ങൾ, അതായത് യേശുവിന്റെ മനുഷ്യാവതാരത്തിലെ ഉദ്ദേശ്യങ്ങൾ പൂർത്തിയാക്കിയത് എന്നാണ് പല ക്രൈസ്തവ പണ്ഡിതരും പറയുന്നത്. മേൽപ്പട്ടക്കാർ, അതായത് മെത്രാന്മാർ ബ്രഹ്മചാരികളായിരിക്കണമെന്ന് നിർബന്ധമുള്ള കത്തോലിക്ക, ഓർത്തഡോക്സ്, മാർത്തോമ സഭകളാണ് ഇക്കാര്യത്തിൽ, അതായത് എങ്ങനെയാണെങ്കിലും ബൈബിൾ വചനങ്ങളെ എത്ര വളച്ചൊടിച്ചിട്ടാണെങ്കിലും യേശുവിനെ കണ്ട് പെണ്ണ് കെട്ടിക്കില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവർ. യേശുവിന്റെ വിവാഹത്തെ പറ്റിയോ ഭാര്യയെ പറ്റിയോ മക്കളെ പറ്റിയോ സുവിശേഷങ്ങളിൽ ഒരു പരാമർശവും ഇല്ല എന്നാണ് യേശു ബ്രഹ്മചാരിയായിരുന്നു എന്ന് പറയുന്നവരുടെ ഏകവാദം. ആ ലോജിക്ക് വെച്ച് പറയുകയാണെങ്കിൽ യേശു മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും, അതായത് 12 ശിഷ്യന്മാരും, യൂദാസ് ഉൾപ്പെടെ 12 പേരും ബ്രഹ്മചാരികളായിരുന്നിരിക്കണം. കാരണം അവരുടെയും വിവാഹത്തെ പറ്റിയോ ഭാര്യമാരെ പറ്റിയോ മക്കളെ പറ്റിയോ ഒന്നും സുവിശേഷങ്ങൾ പറയുന്നില്ല. പത്രോസിന്റെ അമ്മായിയമ്മയുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഭാര്യയുടെ കാര്യം പറയുന്നില്ല. യേശു ബ്രഹ്മചാരി ആയിരുന്നുവെന്ന് തറപ്പിച്ച് പറയുന്നവരിൽ ആരും പറയുന്നില്ല ശിഷ്യന്മാർ ബ്രഹ്മചാരികളായിരുന്നു എന്ന്. പൗലോസ്ലിയുടെ ഭാര്യയെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹം കല്യാണം കഴിച്ചതായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്തെങ്കിലും ബൈബിൾ വചനങ്ങൾ കണ്ടുപിടിച്ചാണ് പറയുന്നത്. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇത് ബ്രഹ്മചാരിക്കാതെ ഇരട്ടത്താപ്പാണ് ഇത് കാണുന്നത്. ഒന്നാമത്തെ മാർപ്പാപ്പ പോപ്പ്, സഭയുടെ തലവൻ ആയിരുന്ന പത്രോസ് മാത്രമല്ല വിവാഹിതനായിരുന്ന മാർപ്പാപ്പ. ആദിമസഭയിലെ എല്ലാ മാർപ്പാപ്പമാരും വിവാഹിതരായിരുന്നു. ആദിമസഭയിൽ മാത്രമല്ല, അതായത് 1139 ബ്രഹ്മചര്യം പുരോഹിതർക്ക് നിർബന്ധമാക്കിയതിന് ശേഷം 1285 മാർപ്പാപ്പായിരുന്ന ഹൊണോറിയൂസ് 4 പോലും വിവാഹിതനായിരുന്നു. യേശു അവിവാഹിതൻ, അതായത് ബ്രഹ്മചാരി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ആദിമകാലം തൊട്ടേ മാർപ്പാപ്പമാരെങ്കിലും ബ്രഹ്മചാരികളാകുമായിരുന്നു. അതായത് യേശുവിനെ ഒരു ബ്രഹ്മചാരിയായിട്ടല്ലായിരുന്നു ആദിമസഭയും, ആദിമസഭ മാത്രമല്ല പറഞ്ഞാൽ ക്രിസ്തു വർഷത്തിന്, അതായത് ക്രിസ്തു വർഷത്തിന് 2000 വർഷമുള്ളൂ. ഈ 2000 വർഷത്തിൽ 1000 വർഷത്തോളം ഏകദേശമുള്ള സഭകൾ വിശ്വസിച്ചിരുന്നത്. ചുരുക്കത്തിൽ ബൈബിളിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നോ യേശു ബ്രഹ്മചാരി ആയിരുന്നുവെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. യേശു വിവാഹിതനായിരുന്നു എന്ന ബൈബിളിൽ നിന്ന് താങ്കൾക്ക് തെളിയിക്കാമോ എന്നുള്ള മറുചോദ്യം നിരർത്ഥകമാണ്. കാരണം സുവിശേഷങ്ങൾ പറയുന്നത് യേശുവിന്റെ ദർശനവും അതിന്റെ പ്രത്യാഘാതങ്ങളുമാണ്. യേശുവിന്റെ വ്യക്തിപരമായ ജീവിത ശൈലികളല്ല ബൈബിളിന്റെ പ്രതിപാദ്യ വിഷയം. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് എങ്ങനെ തിന്നു, എങ്ങനെ തൂരി എന്നൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെയല്ല സുവിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ മാത്രം, സുവിശേഷങ്ങൾ മാത്രം, അതായത് ലോകരക്ഷയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ മാത്രമാണ് സുവിശേഷങ്ങളുള്ളത്. അല്ലാതെ അവരുടെ ഭക്ഷണ രീതി, അവരുടെ കുടുംബ രീതി, അവരുടെ എത്ര മക്കളുണ്ടായിരുന്നു, മക്കളെ എവിടെയാ കിട്ടിച്ച്, എങ്ങനെയാ കിട്ടിച്ച്, ഇതൊന്നും അല്ല ബൈബിളിലെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്,
ബൈബിളിൽ പെണ്ണ് കെട്ടിയോന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല. യേശുവിന്റെ കാലത്തുള്ള യഹൂദ സമുദായങ്ങളിൽ 15-നും 20-നും ഇടയിൽ ആൺകുട്ടികൾ വിവാഹിതരാകുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരാശാരിയുടെ മകനായി ജനിച്ചു വളർന്ന യേശുവിന്റെ വിവാഹം 18-20 വയസ്സിന് മുമ്പ് തന്നെ നടന്നിരിക്കണം. അത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഇനി ഏതെങ്കിലും കാരണവശാൽ യേശു ബ്രഹ്മചാരിയായിട്ടായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ, അതായത് ഒരു അസാധാരണ ജീവിത ശൈലിയായിരുന്നു യേശു പിന്തുടർന്നിരുന്നുവെങ്കിൽ, ആ പ്രത്യേകത ബൈബിൾ എഴുതിയവർ എഴുതുമായിരുന്നു, സുവിശേഷകർ അത് പറയുമായിരുന്നു. തന്നെയുമല്ല, അങ്ങനെ ഒരു പ്രത്യേക ജീവിത ശൈലി സ്വീകരിക്കാൻ കാരണം പറഞ്ഞുകൊണ്ടുള്ള പഴയ നിയമ വചനങ്ങൾ അത് ഉൾപ്പെടുത്തുകയും ചെയ്യായിരുന്നു. അപ്പോൾ പക്ഷെ അങ്ങനെയുള്ള യാതൊരു പരാമർശവും ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ യേശു ഒരു സാധാരണ യഹൂദ യുവാവിനെ പോലെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നും വിവാഹപ്രായമായപ്പോൾ വിവാഹം കഴിച്ചു എന്നും തന്നെ വേണം നമ്മൾ വിശ്വസിക്കുക. ഈ വിവാദത്തെ മറ്റൊരു ദൃഷ്ടികോണത്തിൽ കൂടി സമീപിക്കും. യേശു സ്വന്തം ജീവിതത്തിൽ ചെയ്തു കാണിച്ച കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയോ മത നേതാക്കന്മാരെ പോലെയോ അങ്ങനെയുള്ള നേതാവല്ലായിരുന്നു യേശു. അക്കാര്യത്തിൽ ആരും തർക്കമില്ലല്ലോ. ഇന്നത്തെ നേതാക്കന്മാർ പറയുന്നു പ്രവർത്തിക്കുന്നു പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ആളല്ലായിരുന്നു യേശു. ലൂക്കായുടെ സുവിശേഷം അധ്യായം 14 വാക്യം 26 യേശു ഇങ്ങനെ പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യന്മാർ ആകാൻ പറ്റില്ല. അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ യേശു ആഹ്വാനം ചെയ്തു. ഇതൊരു നിസ്സാര കാര്യമല്ല. അത് പറയാൻ എളുപ്പമല്ലേ, പക്ഷെ പ്രവർത്തിച്ച് കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം ആഹ്വാനം ചെയ്യുന്ന യേശു തീർച്ചയായിട്ടും ഇത്ര ബുദ്ധിമുട്ടുള്ള ഈ കാര്യം സ്വന്തം ജീവിതത്തിൽ ചെയ്ത് കാണിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. താൻ പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളത് മാത്രമേ മറ്റുള്ളവരോടും ചെയ്യാൻ യേശു പറഞ്ഞിട്ടുള്ളൂ. അതായിരുന്നു യേശുവിന്റെ വ്യക്തിത്വം. കുടുംബമുള്ളവനെ മാത്രമേ കുടുംബത്തെ മറക്കുക, മക്കളെ ഉപേക്ഷിക്കുക എന്നൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാകുള്ളൂ. പെണ്ണും പിടക്കോഴും ഇല്ലാത്ത ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് ഇതൊന്നും മനസ്സിലാകില്ല, അല്ലേ? ആൺമക്കൾക്ക് ജീവിതോപാധി കണ്ടുപിടിക്കണം, പെൺമക്കളെ കെട്ടിച്ചു വിടണം. ഇതൊക്കെ എന്തു വലിയ കടമകളാണെന്ന്, അതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ഒക്കെ അറിയാവുന്നവർ, അനുഭവിച്ചറിഞ്ഞവർക്കേ അറിയത്തുള്ളൂ. ഇതൊന്നും അനുഭവിക്കാത്ത, ഇതൊന്നും മനസ്സിലാക്കാത്ത വെറും പള്ളിപ്രസംഗം നടത്തുന്ന ഒരു ധ്യാനപ്രസംഗനല്ലായിരുന്നു യേശു. മറ്റുള്ളവരെ വീടും കുടുംബം ഉപേക്ഷിക്കാൻ പറയുന്നതിന് മുമ്പേ സ്വയം വീടും കുടുംബവും ഉപേക്ഷിച്ചവനായിരുന്നു യേശു എന്ന് ന്യായമായി ഊഹിക്കാം. അതായത് യേശു ഒരു സാധാരണ യഹൂദ ചെറുപ്പക്കാരനെ പോലെ കല്യാണപ്രായമായപ്പോൾ കല്യാണം കഴിച്ചു. അപ്പോൾ വേറൊരു പ്രശ്നം, 18 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 30-ാമത്തെ വയസ്സിൽ കുടുംബം ഉപേക്ഷിച്ചാൽ എന്താകും ആ കുടുംബത്തിന്റെ സ്ഥിതി? ശരിയല്ലേ? 18 വയസ്സിൽ കല്യാണം കഴിച്ച ഒരാൾക്ക് 30 വയസ്സാകുമ്പോൾ 12 വയസ്സിൽ താഴെയുള്ള 3-4 കുട്ടികളുണ്ടായിരിക്കും. ന്യായമായിട്ട് ഊഹിച്ചല്ലേ? അപ്പൊ ആ പ്രായത്തിലുള്ള 3-4 പിള്ളേരെയും അതിന്റെ തള്ളയും ഉപേക്ഷിച്ചിട്ട് വേദം പ്രസംഗിക്കാൻ പോകുന്നതിനെ കണ്ട കവളമ്മടനെ തള്ളണം കണ്ടേ? അങ്ങനത്തെ തോന്നിയാൽ യേശു കാണിക്കുവോ? തീർച്ചയായിട്ടും കാണിക്കില്ല. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, യേശു പരസ്യം തുടങ്ങിയപ്പോൾ, അതായത് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാരാ പറഞ്ഞത്?
ബൈബിളിനടുത്ത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയ നിഗമനങ്ങൾ മാത്രമാണ്. യേശുവിന്റെ ഡേറ്റ് ഓഫ് ബർത്തോ ഡേറ്റ് ഓഫ് ഡെത്തോ അല്ലെങ്കിൽ പരിശീലന തീയതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ന്യായീകരണ തൊഴിലാളികൾ തങ്ങളുടെ സഭയിലെ അല്ലെങ്കിൽ തങ്ങളുടെ ആചാരങ്ങളിലെ എന്തെങ്കിലും ആചാരങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ന്യായീകരണ തൊഴിലാളികൾ കണ്ടുപിടിച്ചാണ് ഇതൊക്കെ. അത് 30 വയസ്സിലാണ് ഈ ദിവസം ജനിച്ച് അന്നേരം 30. ഇതൊക്കെ വെറും നിഗമനങ്ങളല്ലേ? വെറും നിഗമനം. വേറെ കാര്യം പറയാം. ഭാരതീയ ദർശനങ്ങൾ അനുസരിച്ച് ഒരു പുരുഷായുസിൽ 4 ആശ്രമങ്ങൾ. 1 ബ്രഹ്മചര്യം, അതായത് വിദ്യാർത്ഥി. ബ്രഹ്മത്തോട് ചരിക്കാന്ന് പറഞ്ഞാൽ പാഠങ്ങൾ വേദങ്ങൾ പഠിക്കുന്നത് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലം, അത് 25 വയസ്സ് വരെയാണ്. 2 ഗൃഹസ്ഥം, കുടുംബനാഥനാകുക, കുടുംബജീവിതം തുടങ്ങുക, അത് 25 വയസ്സ് മുതൽ 50 വയസ്സ്. 3 സന്യാസം. ഈ സന്യാസം എന്ന് പറഞ്ഞ വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന സന്യാസം ഇതല്ല കേട്ടോ. ഈ സന്യാസം അതായത് ഈ വേദങ്ങളിലാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സന്യാസം എന്ന് പറഞ്ഞാൽ അതല്ല, സന്യാസിക്കാൻ പോകുന്നല്ല. പൊതുപ്രവർത്തനത്തിന് മതപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയമായ കാര്യങ്ങളിലും എല്ലാം ഇടപെടുന്ന പൊതുപ്രവർത്തകനായിട്ട് ഇറങ്ങുന്ന സമയം, അതാണ് സന്യാസം. അത് 50ാമത്തെ വയസ്സിൽ തുടങ്ങുന്നു, 75 വയസ്സ് വരെ. പിന്നെ 4ാമത്തെയാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം സർവ്വതും ഉപേക്ഷിച്ച് വീടും എല്ലാം വിട്ടിറങ്ങി വാഹനത്തിലേക്ക് പോയി ധ്യാനത്തിലിരിക്കുകയോ അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തിയിരിക്കുകയോ, അങ്ങനെ ആർക്കും ഒരു ബാധ്യതയും ഇല്ലാതെ അങ്ങ് ഇറങ്ങിപ്പോവുക. അത് ജീവിതാവസാനം വരെ അങ്ങ് പോകും. അതായത് ഭാരതീയ ദർശനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കുടുംബ പ്രാരാബ്ധങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷമായിരിക്കണം യേശു പൊതുപ്രവർത്തനത്തിനിറങ്ങിയത്. പെൺമക്കളുണ്ടായിരുന്നെങ്കിൽ അവരെ കെട്ടിച്ചു വിട്ടതിന് ശേഷം, ആൺമക്കൾക്ക് ജീവിതോപാധി പറഞ്ഞു കൊടുത്തതിന് ശേഷം, യേശു ഒരു ആശാരിയായിരുന്ന മക്കളും മിക്കവാറും ആശാരിപ്പണി പഠിച്ചാൽ ആശാരിമാരായിരുന്നിരിക്കാം. എന്തായാലും ആ ചുമതലകളെല്ലാം നിർവഹിച്ച് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കുള്ളൂ യേശു പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയത്. അല്ലാതെ വീടും മുമ്പ് എല്ലാരെയും അനാഥമാക്കിയിട്ടൊന്നും പോകുന്ന ഒരു തെമ്മാടി അല്ലായിരുന്നു യേശു. ആ കാര്യം എന്നേക്കാൾ ഉപരിയായി അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നത് എനിക്ക് യോഗ്യനല്ല എന്നും നമ്മുടെ വചനം നമ്മൾ കാണുന്നുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പനെയും അമ്മയും വഴിയാധാരമാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാനല്ല യേശു ഉദ്ദേശിച്ചതിനെ യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ മനസ്സിലാവും. കാരണം കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന നേരത്തും യേശു ചിന്തിച്ചത് സ്വന്തം അമ്മയെക്കുറിച്ചായിരുന്നല്ലേ. എന്തോ കാരണം കൊണ്ട് തന്റെ കാലശേഷം അമ്മയെ നോക്കാൻ, അതായത് ഉത്തരവാദിത്തോടുകൂടി അമ്മയെ നോക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാകാം ഈ സമയത്ത്, അങ്ങനെ ആ സമയത്ത് മരിക്കുന്ന ആ നേരത്തെ അമ്മയുടെ കാര്യം ഓർത്തത്. ഒരുപക്ഷെ യേശുവിനുണ്ടായിരുന്ന പെൺമക്കൾ മാത്രമായിരുന്നിരിക്കാം. ആ പെൺമക്കളെല്ലാം കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞു. അത് കാരണം പിന്നെ ഈ അമ്മയെ നോക്കാൻ അവരാരും വരില്ല. അത് കാരണമായിരിക്കും ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയായിരുന്നിരിക്കും ആ സ്ഥിതി. അല്ലെ ആ നേരത്തെ അമ്മേനെ ഈ തന്റെ ശിക്ഷനോട് നോക്കുവാന്ന് പറയാൻ വേറെ കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ആ നേരത്ത് കുരിശിന് താഴെ നിൽക്കുന്ന തന്റെ സഹോദരനെ ഇതെല്ലാം നടന്നത് പെട്ടെന്നല്ലേ, പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതേ. ഇതൊന്നും നേരത്തെ പറഞ്ഞു കൊടുക്കാൻ സമയമില്ലായിരുന്നു അല്ലേ. അവരും നമുക്കറിയാം പെട്ടെന്ന് കുരിശുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചു, ഉടനെ കൊന്നു, ഇങ്ങനെയാ ചരിത്രം പോയതല്ലേ. അപ്പൊ അത് നേരെയില്ലായിരുന്നു പറയുന്നത്. അപ്പൊ ആ സമയത്ത് പക്ഷെ മരിക്കായപ്പോ ഓർത്തു, ദൈവമേ എന്റെ അമ്മച്ചി ആര് നോക്കും? അന്നേരം നോക്കുന്ന അടാ ജോഹന്നാനകത്ത് പോണ്ട. അന്നേരം ഒരു പക്ഷെ പറഞ്ഞു, എടാ ജോണി, നീ അമ്മച്ചിയെ എന്റെ അമ്മച്ചിയെ നിന്റെ അമ്മയെപ്പോലെ നോക്കണം കേട്ടോടാന്ന് പറഞ്ഞു. അതിനുള്ള ഉത്തരം യേശു ജോഹനായി പോവുക എന്നാ പറഞ്ഞുള്ളത് നമുക്ക് ബൈബിളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയോടായിട്ട് മിക്കവാറും പറഞ്ഞു, അമ്മച്ചി നോക്കി, അമ്മച്ചി ജോണിന് കൊടുത്ത് പോക്കണം, അമ്മച്ചിക്ക് അറിയാമല്ലോ അവന്, അമ്മച്ചി പണ്ടാതെ ചെറുപ്പമായിരുന്നിട്ട് അമ്മച്ചിക്ക് അറിയാവുന്നല്ലേ,
നല്ല പയ്യനല്ലേ, കാരണം ഒന്നും പേടിക്കണ്ട അമ്മച്ചി, അമ്മച്ചി എൻ്റെ അടുത്ത് പോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അമ്മയെ സമ്മതിച്ചു അല്ലേ. അമ്മയും അത് സമ്മതിച്ചു വന്ന് യോഹന്നാന് സുവിശേഷം 19:27 ഇങ്ങനെ പറയുന്നു, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ചുരുക്കത്തിൽ യേശു ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നു. അല്ലാതെ പോപ്പുമാരെ പോലും പാത്രിയാർക്കീസ്മാരെ പോലോ കാതോലിക്കമാരെ പോലോ മെത്രാന്മാരെ പോലും ഒന്നും അല്ലായിരുന്നു. ജീവിതം എന്താണെന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞവനായിരുന്നു യേശു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. യേശുക്രിസ്തുവിനെ അനുസരിച്ച് അനുകരിച്ച് ജീവിക്കുന്നവരാകണം ക്രിസ്ത്യാനികൾ. യേശു ബ്രഹ്മചാരിയാണെന്നിരിക്കട്ടെ, ബ്രഹ്മചാരിയായ യേശുവിനെ അനുകരിച്ച് ജീവിച്ചാൽ സകല ക്രൈസ്തവരും ബ്രഹ്മചാരികളായിരിക്കണം. അതോടെ ക്രിസ്തുമതം അപ്രത്യക്ഷമായി ലോകത്ത് നിന്നല്ലേ. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. മനുഷ്യജാതി, മനുഷ്യകുലം ആത്മഹത്യ ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്. സകല മനുഷ്യരും ബ്രഹ്മചര്യം സ്വീകരിച്ചാൽ അത് മനുഷ്യർക്കും ആത്മഹത്യ തിരഞ്ഞെടുത്തു എന്നല്ലേ എന്റെ അർത്ഥം. യേശു ഇങ്ങനെയൊക്കെ പറയുമോ? ഇത് പറയുമ്പോൾ ബ്രഹ്മചര്യത്തെ അനുകൂലിക്കുന്ന പുരോഹിത വർഗം മറുപടിയായി എങ്ങനെ പറയും? യേശുവിന്റെ ഈ കൽപ്പന സാധാരണ വിശ്വാസികളെ ഉദ്ദേശിച്ചതല്ല, മറിച്ച് ദൈവവിളിയുള്ള, അതായത് പുരോഹിത വർഗത്തിന് മാത്രമുള്ളതാണ്. ഓഹോ, ആരങ്ങനെ ഒരു ഉപദേശം തന്നത്? യേശു അങ്ങനെ പറഞ്ഞു, ഈ കൽപ്പന പുരോഹിത വർഗത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന്. സുവിശേഷം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. സുവിശേഷങ്ങളിൽ കാണുന്ന എല്ലാ ഉപദേശങ്ങളും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ ബാധകമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാരണവശാലും യേശു ബ്രഹ്മചാരി അല്ലായിരുന്നു, അദ്ദേഹം കുടുംബനാഥനായിരുന്നു. ഇനി മറ്റൊരു കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യമായി കൊടുത്ത കൽപ്പന, അതായത് ഒന്നാമത്തെ ദൈവകൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നല്ലായിരുന്നു. ഒന്നാമത്തെ കൽപ്പന, അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനുമായി നടത്തിയ ആദ്യ സംഭാഷണത്തിൽ കൊടുത്ത ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, വർദ്ധിച്ചു പെരുകുവിൻ. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിങ്ങനെയാണ്, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. ചിലടത്ത് പറയുന്നുണ്ട് ഹാവ് മെനി ചിൽഡ്രൻ. നാട്ടിലൊക്കെ കിട്ടുന്ന ന്യൂസ് ബൈബിൾ എന്ന് പറഞ്ഞ ബൈബിളുണ്ട്. ആ ബൈബിളിലാണെങ്കിൽ ഹാവ് മെനി ചിൽഡ്രൻ. സന്താനോൽപാദനം നടത്തൂ എന്നായിരുന്നു ആദ്യത്തെ ദൈവകൽപ്പന. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യമായി പറയുന്ന കാര്യമാണ്. ഈ കൽപ്പന അനുസരിക്കാൻ എല്ലാ മനുഷ്യരും കടപ്പെട്ടതാണ്. അതുകൊണ്ട് യേശുവും ഈ കൽപ്പന അനുസരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് 100% നിശ്ചയമായിട്ടും പറയാം. ഒരു ചെറിയ സംഭവ കഥ പറഞ്ഞുകൊണ്ട് ഈ സംസാരം. ജാർഖണ്ഡിലെ കത്തോലിക്ക വിശ്വാസികളായ ആദിവാസികൾ നൃത്തം ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു പാട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പാട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. ഈ പാട്ടുണ്ടാക്കിയത് ഒരുത്ത പുരോഹിത വർഗമാണ്, കത്തോലിക്ക പുരോഹിതരാണ് ഉണ്ടാക്കിയത്, അല്ലാതെ ആദിവാസികൾ ഉണ്ടാക്കിയ പാട്ടൊന്നുമില്ല. ആ പാട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഫാദർ ബനന സത്സേ മഹിമഹേ ദുനിയാ, സിസ്റ്റർ ബനന സത്സേ മഹിമഹേ ദുനിയാമേ. വൈദികനാവുകയാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യം. കന്യാസ്ത്രീയാവുകയാണ് ലോകത്തിലേക്കും ഏറ്റവും മഹത്തരം എന്നാണ് ഈ വരികളുടെ അർത്ഥം. ആദിവാസികളെ പൗരോഹിത്യത്തിലേക്കും
കന്യാസ്ത്രീ മഠങ്ങളിലേക്കും ആകർഷിക്കുവാനായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. എന്റെ ഒരു സഹപാഠിയും ബൈബിളും തിയോളജിയും ഒക്കെ നന്നായിട്ട് പഠിച്ച ഫാദർ ജോർജ് മോനിപ്പള്ളി, അദ്ദേഹം ഇപ്പോഴും ജാർഖണ്ഡിൽ മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പാട്ട്, ഇതൊരു പഴയ ചരിത്രമാണ് ഈ പറയുന്നത്, അദ്ദേഹത്തിന് ഈ പാട്ട് അർത്ഥവത്തായി തോന്നിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ പാട്ട് തിരുത്തി പഠിപ്പിച്ചു പിള്ളേരെ. അതിങ്ങനെയാണ്: शादी करना सबसे महिमा है दुनिया में, शादी करना सबसे महिमा है दुनिया में. വിവാഹം കഴിക്കുകയാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മഹത്തരമായ കർമ്മം. താങ്ക് യു.